നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് അകാരണമായ ഒരു ഭാരം തോന്നാറുണ്ടോ? പുറത്ത് എത്ര സന്തോഷത്തോടെ നിന്നാലും സ്വന്തം വീടിന്റെ പടി കടക്കുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥത, മനസ്സിൽ ഒരു നെരിപ്പോട്, എന്തിനോടൊക്കെയോ ഒരു ദേഷ്യം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകൾ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? എല്ലാം ഉണ്ടായിട്ടും, വലിയ വീടും വാഹനവും അത്യാവശ്യം സമ്പത്തുമുണ്ടായിട്ടും സമാധാനം മാത്രം കിട്ടാത്ത ഒരവസ്ഥ. പലപ്പോഴും നമ്മൾ ഇതിനെ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കാറുണ്ട്. വീടിന് എന്തോ കുഴപ്പമുണ്ടെന്നും വാസ്തു ശരിയല്ലെന്നും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ണു കിട്ടിയതാണെന്നുമൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ നെഗറ്റീവ് എനർജി? ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇത് മാറ്റാൻ എന്താണ് വഴി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമ്മൾ ഒരുപാട് അലയാറുണ്ട്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനും അർത്ഥശാസ്ത്രത്തിന്റെ പിതാവുമായ സാക്ഷാൽ ചാണക്യൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചാണക്യൻ പറഞ്ഞ നെഗറ്റീവ് എനർജി പ്രേതങ്ങളോ ദുർമന്ത്രവാദങ്ങളോ അല്ല. അത് നമ്മുടെ തന്നെ ചില പ്രവൃത്തികളും ചിന്തകളും നമ്മുടെ വീടിന്റെ അന്തരീക്ഷവുമൊക്കെ ചേർന്നുണ്ടാകുന്ന ഒന്നാണ്. ചാണക്യനീതിയിൽ ഒരു വീടിനെ എങ്ങനെ സ്വർഗമാക്കാമെന്നും എങ്ങനെ അത് നരകതുല്യമാകുന്നുവെന്നും അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ലക്ഷ്മീദേവി, അതായത് ഐശ്വര്യം വസിക്കണമെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ വീട്ടിലെ പകുതിയിലധികം പ്രശ്നങ്ങൾക്കും സമാധാനമില്ലായ്മക്കും പരിഹാരം കാണാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലെയും ചുറ്റുപാടിലെയും ഊർജ്ജത്തെ സ്വാധീനിക്കാൻ നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തികൾക്കും സാധിക്കുമെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ കാലാതീതമാണ്. ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം വൃത്തിഹീനമായ ചുറ്റുപാടുകളാണ്. എവിടെയാണോ അഴുക്കും അലങ്കോലവുമുള്ളത് അവിടെ ദാരിദ്ര്യവും ദുഃഖവും വസിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വെറുമൊരു വിശ്വാസം മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രവുമുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് വലിച്ചുവാരി ഇട്ടിരിക്കുന്ന സാധനങ്ങളും അഴുക്കുപുരണ്ട പാത്രങ്ങളും പൊടിപിടിച്ച മുറികളുമാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവരുന്നത് ഒരു മടുപ്പാണ്. ആ മടുപ്പ് പിന്നീട് ദേഷ്യമായും അസ്വസ്ഥതയായും മാറും. സൂര്യപ്രകാശവും ശുദ്ധവായുവും കടക്കാത്ത വീടുകളിൽ രോഗങ്ങൾ മാത്രമല്ല, മാനസികമായ തളർച്ചയും ഉണ്ടാകും. അതുകൊണ്ട് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഉപയോഗിക്കാത്തതോ കേടായതോ ആയ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജി കൂട്ടാൻ കാരണമാകും എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. പഴയ സാധനങ്ങൾ, പൊട്ടിയ കണ്ണാടികൾ, കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിക്കുക. വീട് എപ്പോഴും ഒതുക്കിവെക്കുക. ഇത് നിങ്ങളുടെ മനസ്സിലും വലിയൊരു മാറ്റം കൊണ്ടുവരും. രണ്ടാമത്തെ ഏറ്റവും വലിയ കാരണം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള നിരന്തരമായ കലഹങ്ങളും മോശമായ വാക്കുകളുടെ ഉപയോഗവുമാണ്. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ഒരു വീട്ടിൽ എപ്പോഴും വഴക്കും ബഹളവുമാണെങ്കിൽ അവിടെ ശാന്തി ഉണ്ടാകില്ല. ഭാര്യയും ഭർത്താവും തമ്മിലോ മാതാപിതാക്കളും മക്കളും തമ്മിലോ എപ്പോഴും പഴിചാരലുകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ വീടിന്റെ അന്തരീക്ഷം വളരെ പെട്ടെന്ന് വിഷമയമാകും. നിങ്ങൾ സംസാരിക്കുന്ന കടുത്ത വാക്കുകൾ ആ വീടിന്റെ ചുമരുകളിൽ തങ്ങി നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കുന്ന വീടുകളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. ദേഷ്യം വരുമ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുക മാത്രമല്ല, നമ്മുടെ സ്വന്തം സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും മൃദുവായ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റുകൾ സംഭവിക്കുമ്പോൾ പരസ്പരം ക്ഷമിക്കാനും സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുക. എവിടെയാണോ സമാധാനമുള്ളത് അവിടെ മാത്രമേ ഐശ്വര്യം നിലനിൽക്കുകയുള്ളൂ എന്ന് ചാണക്യൻ അടിവരയിട്ട് പറയുന്നു. മുതിർന്നവരോടുള്ള അനാദരവാണ് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന മറ്റൊരു പ്രധാന ഘടകം. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാത്ത വീടുകളിൽ ഒരിക്കലും സന്തോഷം നിലനിൽക്കില്ല എന്ന് ചാണക്യനീതി വ്യക്തമാക്കുന്നു. അവർക്ക് ലഭിക്കുന്ന കണ്ണുനീർ ആ വീടിന്റെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമാണ്. അവരുടെ അനുഗ്രഹമാണ് ഒരു വീടിന്റെ ഏറ്റവും വലിയ സംരക്ഷണം. പ്രായമായവരെ ഒരു ഭാരമായി കാണുകയും അവരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന മക്കളുള്ള വീടുകളിൽ ദാരിദ്ര്യവും ദുഃഖവും വിട്ടുമാറില്ല. അവർക്ക് വേണ്ട സ്നേഹവും പരിചരണവും നൽകുക. അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നുള്ള ഉപദേശങ്ങൾ കേൾക്കാൻ തയ്യാറാകുക. മുതിർന്നവരുടെ മുഖത്തെ സന്തോഷം ആ വീട്ടിലേക്ക് അളവില്ലാത്ത പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കാത്ത വീടുകളിലും ഐശ്വര്യമുണ്ടാകില്ല. സ്ത്രീകൾ ദുഃഖിക്കുന്ന വീട്ടിൽ ലക്ഷ്മീദേവി ഒരിക്കലും വസിക്കില്ല എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അലസതയും സമയനിഷ്ഠയില്ലായ്മയും വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കുന്ന മറ്റ് രണ്ട് കാര്യങ്ങളാണ്. സൂര്യോദയത്തിനു മുൻപ് ഉണരുക എന്നത് പണ്ടുമുതലേ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് പലരും വളരെ വൈകി എഴുന്നേൽക്കുന്നവരാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ അലസത എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. രാവിലെ എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുന്ന ഒരാൾക്ക് ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ സാധിക്കും.
എന്നാൽ അലസരായി കിടന്നുറങ്ങുന്നവർ എപ്പോഴും ഒരു തളർച്ച അനുഭവിക്കുന്നവരായിരിക്കും. പകൽ സമയം ഉറങ്ങുന്നത് വീട്ടിൽ ദാരിദ്ര്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവവും വലിയ ദോഷം ചെയ്യും. കർമ്മനിരതമായ ഒരു വീട്ടിൽ മാത്രമേ പോസിറ്റീവ് ഊർജം പ്രവഹിക്കുകയുള്ളൂ. എല്ലാവരും അവരവരുടെ ജോലികൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുമ്പോൾ ആ വീട്ടിൽ ഒരു താളമുണ്ടാകുന്നു. ആ താളമാണ് ആ വീടിന്റെ വിജയം. സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചാണക്യൻ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവിഹിതമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം ഒരിക്കലും ഒരു വീട്ടിൽ സമാധാനം കൊണ്ടുവരില്ല. മറ്റുള്ളവരെ ചതിച്ചോ ദ്രോഹിച്ചോ ഉണ്ടാക്കുന്ന സമ്പത്ത് കുറച്ചു കാലത്തേക്ക് വലിയ സന്തോഷം നൽകിയേക്കാം, എന്നാൽ അത് ആത്യന്തികമായി ആ വീടിന്റെ നാശത്തിന് തന്നെ കാരണമാകും. അത്തരം സമ്പത്ത് വീട്ടിൽ എപ്പോഴും ഭയവും അസ്വസ്ഥതയും നിലനിർത്തും. സത്യസന്ധമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന പണം കുറവാണെങ്കിലും അത് നൽകുന്ന സമാധാനം വളരെ വലുതാണ്. കൂടാതെ അനാവശ്യമായ കടബാധ്യതകൾ വരുത്തിവെക്കുന്നതും വലിയൊരു തെറ്റാണ്. വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യുന്നവർ എപ്പോഴും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരായിരിക്കും. ആ സമ്മർദ്ദം വീടിന്റെ അന്തരീക്ഷത്തെ ആകെ ബാധിക്കും. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും ഒരു അച്ചടക്കമുണ്ടായിരിക്കണം. കിട്ടുന്നതിൽ ഒരു പങ്ക് സമ്പാദ്യമായി മാറ്റിവെക്കാനും പാവപ്പെട്ടവർക്ക് കഴിയുന്ന രീതിയിൽ ദാനം ചെയ്യാനും ചാണക്യൻ ഉപദേശിക്കുന്നു. ദാനം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയും മനസ്സിന് വലിയ സന്തോഷം നൽകുകയും ചെയ്യും. വീട്ടിൽ വരുന്ന അതിഥികളോടുള്ള പെരുമാറ്റവും ഊർജത്തെ സ്വാധീനിക്കുന്നു. അതിഥി ദേവോ ഭവഃ എന്നാണ് ഭാരതീയ സങ്കല്പം. വീട്ടിൽ വരുന്ന അതിഥികളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൽക്കാരങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് ഓരോ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും കടമയാണ്. എന്നാൽ അതിഥികൾ വരുമ്പോൾ മുഖം കറുപ്പിക്കുകയും അവരെ ഒരു ശല്യമായി കാണുകയും ചെയ്താൽ ആ വീട്ടിലേക്ക് വരുന്നത് നെഗറ്റീവ് എനർജിയാണ്. സന്തോഷത്തോടെ അതിഥികളെ സ്വീകരിക്കുന്ന വീടുകളിൽ ബന്ധങ്ങൾ ദൃഢമാകുകയും കൂടുതൽ പോസിറ്റീവായ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുകയും ചെയ്യും. ഇത് വീടിന്റെ അന്തരീക്ഷം വളരെ മികച്ചതാക്കാൻ സഹായിക്കും. ദുഷ്ടരായ ആളുകളുമായുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ഉപദേശം. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചുവരുത്തുന്ന ആളുകൾക്ക് നമ്മുടെ വീടിന്റെ ഊർജത്തെ സ്വാധീനിക്കാൻ സാധിക്കും. എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന അസൂയയുള്ള ആളുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുക. അവരുടെ സംസാരം നമ്മുടെ മനസ്സിലും വിഷം കലർത്തും. പകരം നല്ല ചിന്തകളുള്ള പോസിറ്റീവായ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുമായി ചങ്ങാത്തം സ്ഥാപിക്കുക. അവരുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ അയാളുടെ കൂട്ടുകെട്ടിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ മാത്രം വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക. മറ്റൊരു കാര്യം വീട്ടിലെ പ്രാർത്ഥന അന്തരീക്ഷമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ കുറച്ചു സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് മനസ്സിന് വലിയ ശാന്തി നൽകും. ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയെയും പുറന്തള്ളാൻ സഹായിക്കും. നെയ്യ് വിളക്ക് കത്തിക്കുന്നതും കുന്തിരിക്കം പുകയ്ക്കുന്നതുമൊക്കെ വീടിന്റെ അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായി നാം ചെയ്യുന്ന കർമ്മങ്ങളിലെ ശുദ്ധിയാണ് ഏറ്റവും വലുത്. ചാണക്യൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. പണം ചിലവാക്കേണ്ട കാര്യങ്ങളുമല്ല. നമ്മുടെ സ്വഭാവത്തിലും ചിന്താഗതിയിലും നമ്മൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ മാത്രമാണിത്. വീട് എന്ന് പറയുന്നത് കേവലം കല്ലും ഇഷ്ടികയും സിമന്റും കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം മാത്രമല്ല. അതൊരു വികാരമാണ്. ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ മനസ്സാണ് ആ വീടിന്റെ അന്തരീക്ഷം തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും അസൂയയുമാണുള്ളതെങ്കിൽ നിങ്ങളുടെ വീട് ഒരിക്കലും ശാന്തമായിരിക്കില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും കാരുണ്യവും സമാധാനവുമാണെങ്കിൽ ആ വീട് ഒരു സ്വർഗമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാണോ? ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചിന്തകൾ കമന്റ് ചെയ്യാനും ഓർക്കുക. നമ്മുടെ വീട് എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുൻപ് നമ്മുടെ സ്വന്തം തെറ്റുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാകണം. ചാണക്യന്റെ ഈ മഹത്തായ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. വീട് നന്നായാൽ നാട് നന്നായി, നാട് നന്നായാൽ ലോകം നന്നായി. മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നു തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങൾ വസിക്കുന്ന ഇടവും ശുദ്ധമായിരിക്കും. ഓർക്കുക, സമാധാനം എന്നത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല, അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്.